അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുജനെന്ന് പറയാവുന്ന ഒരാളുണ്ട്. സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. 4 സഹാബിമാർ കഴിഞ്ഞാൽ ഏറ്റവും വിവരമുള്ളത് ആരാണ്? അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തങ്ങളാണ്. നബി തങ്ങളുടെ അനുജനാണെന്ന് പറയാം. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഒരു നല്ല വീട് വെച്ചു. ആ വീടിന്റെ ഉദ്ഘാടനത്തിന് ആരെയാണ് നിശ്ചയിക്കുന്നത്? സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തെരഞ്ഞെടുക്കുന്നത് അബൂ അയ്യൂബിൽ അൻസാരി റളിയല്ലാഹു അൻഹുവിനെ തെരഞ്ഞെടുത്തു. എന്റെ വീട് നിങ്ങൾ തുറന്നു തരണമെന്ന് പറഞ്ഞു കൂട്ടിക്കൊണ്ടുപോയി. ആ വീട് തുറന്നു കൊടുത്തു, ഉദ്ഘാടനം നിർവഹിച്ചു, ദുആ ചെയ്തു. അബൂ അയ്യൂബ് പറഞ്ഞു, അബ്ദുല്ലാ ഞാനിനി പോകട്ടെ. ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, പോകണ്ട, പോകാൻ സമയമായില്ല. ഞാൻ നിങ്ങളെ കൊണ്ടുവന്നത് എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലോ. ഞാൻ നിങ്ങളെ കൊണ്ടുവന്നത് ഈ വീട് ഉദ്ഘാടനം ചെയ്യാനാണ്. ഈ വീട് എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇതെനിക്ക് താമസിക്കാനല്ല, എന്റെ മക്കൾക്ക് കൊടുക്കാനുമല്ല, ഇത് ആർക്കെങ്കിലും വാടകയ്ക്ക് കൊടുത്ത് വരുമാനം ഉണ്ടാക്കാനുമല്ല. ഈ വീട് ഞാൻ ഉണ്ടാക്കിയത് ലിഅൻ ഉഹ്ദിയ ലക, നിങ്ങൾക്ക് തരാനാണ്. കാരണം ലിഅന്നക മുദീഫ് റസൂലില്ലാഹ്, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വീട് കൊടുത്ത് സൽക്കരിച്ച മഹാനല്ലേ. നിങ്ങൾക്കൊരു വീട് തരല് സാധാ മുസ്ലിമീങ്ങൾ ഞങ്ങൾക്കൊക്കെയും ബാധ്യപ്പെട്ടതല്ലേ. എന്റെ കടമ ഞാൻ നിർവഹിക്കുന്നു. നിങ്ങൾ ഈ വീട് സ്വീകരിക്കണം. സ്വീകരിക്കാതെ ഇവിടെ നിന്ന് ഞാൻ നിങ്ങളെ പറഞ്ഞു വിടുകയില്ല, പോകാൻ അനുവദിക്കില്ല. ലോകത്തെ ഏറ്റവും വലിയ ഖുർആൻ പണ്ഡിതനാകുന്ന ബഹുമാനപ്പെട്ട സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവരുടെ സമീപനം നോക്കൂ. നബി തങ്ങൾക്ക് വീട് കൊടുത്ത ഒരാളുണ്ടെങ്കിൽ മൂപ്പർക്കൊരു വീട് കൊടുക്കണം. എന്റെ ആഗ്രഹമാണ്, ഞാനൊരു വീടുണ്ടാക്കി മൂപ്പർക്കൊന്ന് കൊടുക്കുകയാണ്. സ്വീകരിച്ചെന്ന് പറഞ്ഞാലേ ഞാൻ നിങ്ങളെ വിട്ടയക്കുകയുള്ളൂ. ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂ അയ്യൂബിൽ അൻസാരി റളിയല്ലാഹു അൻഹു വളരെ വൈകിട്ട് ആ വീട് സ്വീകരിക്കുന്നു. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോറ്റാൻ ഭാഗ്യം കിട്ടിയവർ ഭാഗ്യവാന്മാർ, സ്നേഹിക്കാൻ അവസരം കിട്ടിയവർ ഭാഗ്യവാന്മാർ, അവിടുത്തെ സേവനം ചെയ്യാൻ അവസരം കിട്ടിയവർ ഭാഗ്യവാന്മാർ. കണ്ടിട്ടില്ലാത്ത നമ്മൾ എങ്ങനെയെങ്കിലും ആ ഹൃദയത്തിലൊന്ന് കയറിപ്പറ്റണം, ആ സ്നേഹ സാമ്രാജ്യങ്ങളിലൊന്ന് ചെന്നുപെടണം. ആ മഹബ്ബത്ത് നമ്മുടെ ഹൃദയത്തിലേക്കും ഒന്ന് ചുരത്തിയെടുക്കാൻ സാധിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ.